എടി ഭാര്യേ, ഇങ്ങോട്ടൊന്ന് വന്നടി. ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. രാവിലെ തന്നെ തുടങ്ങിയാലേ ശരീരത്തിനൊരു ഉന്മേഷമൊക്കെ കിട്ടത്തു. ഓ, നിങ്ങൾക്ക് കുടിച്ച് രസിച്ചാൽ മതിയല്ലോ. ഈ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. നീ എന്തെന്നറി പറഞ്ഞേ? കുടിച്ച് രസിക്കുന്നോ? നീ ഇതൊന്ന് കുടിച്ചു നോക്കണി. എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഞാനിതൊന്ന് കുടിച്ചിറക്കുന്നത്. അമ്മേ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ആ മോനെ, നീയാലും പോയി ഒന്ന് നന്നാവടാ. അതെങ്ങനാ? നിങ്ങളുടെ അല്ലേ മോൻ? 8 ഗുണം 10 ഗുണം. ഓ ഓ, നിങ്ങളുടെ സ്വഭാവം വരാതിരിക്കുമോ? അങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ ദൈവമേ. അയ്യോ അയ്യോ, എടാ നീ പുന്നാരിച്ച് വളർത്തിയൊരു മോളുണ്ടല്ലോ, അവളെന്തിയാടി? ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഇട്ടിട്ട് അവളെന്നെ ഈ പരമ ദുഃഖത്തിലാക്കിയിട്ട് പോയില്ലേ അവള്. ഓ, ഇത് ഞാൻ രാവിലെ തന്നെ പഴംപുരാണം തുടങ്ങി. അതെങ്ങനാ? എന്റെ കെട്ടുതാലുകൂടെ പണയം വെച്ചിട്ടല്ലേ മനുഷ്യ നിങ്ങൾ കുടിച്ചത്. അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ ഈ നരകത്തിൽ നിന്ന്. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. എടാ, ആരെ കാണുന്നില്ലല്ലോ. എടാ വരുവടാ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്. എടാ, ഒരുത്തൻ വരുന്നുണ്ട്. നിന്റെ കയ്യിലെ സിഗരറ്റ് കളഞ്ഞു. ചേട്ടാ, ഫസ്റ്റ് ഇയർ BSc ഫിസിക്സിന്റെ ക്ലാസ് എവിടാ? പറയാമല്ലോ, പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. അത് ശരിയാ. എന്താ നിന്റെ പേര്? എന്റെ പേര് മനു. മനുവോ? എവിടാ നിന്റെ വീട്? ചങ്ങനാശ്ശേരിയില്ല. ചേട്ടാ, ക്ലാസ് പറയാമെങ്കിൽ ഞാനങ്ങ് പോകായിരുന്നു. ആട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാമോന്ന്? ഇല്ല, അങ്ങനൊന്നും എനിക്കറിയില്ല. അയ്യേ, അറിയത്തില്ലയോ? എടാ എവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ അവനെ, പാവം ചെറുക്കൻ. ആ, ഞാൻ പഠിപ്പിച്ചു. ഇങ്ങി വാ, ഞാൻ പഠിപ്പിച്ചു തരാം. വെള്ളത്തിന് വേണ്ടി ടാപ്പ് എങ്ങനെയാ തിരിക്കുന്നേ? ഒന്ന് കാണിച്ചേ. ഒന്ന് ഇങ്ങനെ തിരിച്ചാ മതി. ആ, കൊള്ളാം കൊള്ളാം. എങ്ങനെ നമ്മള് ബൾബ് ഇടുന്നത്? ബൾബ് നമ്മള് ഇങ്ങനെ തിരിച്ചാ മതി. എങ്ങനെ തിരിച്ചാ മതി? ഇങ്ങനെ. ആ, ഓക്കെ, കൊള്ളാം കൊള്ളാം, മിടുക്കനാണല്ലോ. നിന്റെ കാലിൽ ചെളി പറ്റിയ നീ എങ്ങനെ കളയുന്നത്? നമ്മൾ കാല് വെച്ച് ഇങ്ങനെ തട്ടിക്കളയും. വളരെ നന്നായിരിക്കുന്നു, കൊള്ളാം, മിടുക്കൻ. എന്നാ ഇത് 3 ഒരുമിച്ചൊന്ന് ചെയ്തേ. ആ, റെഡി. ആ ആ ആ ആ നീ എന്തിനാ കരയുന്നത്? നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെയ്യ പ്ലീസ്. യാ മോനെ, ഇതാണ് ഡാൻസ്. ചേട്ടാ, ഇനി ഞാൻ പോട്ടെ. ആ പിന്നെ പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ സിഗരറ്റ് കൂടെ ഒന്ന് വലിച്ചേ നോക്കട്ടെ. ചേട്ടാ, വേണ്ട പ്ലീസ്. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. പ്ലീസ് ഷിൻഡോ, ചേട്ടാ പ്ലീസ്. ഷിൻഡോ, വേണ്ട. പിടിക്ക്. എന്താടാ? വേണ്ട ചേട്ടാ, ഞാൻ വേറെ ഒന്നും ചെയ്യാം. ചേട്ടാ പ്ലീസ്. അങ്ങനെ ഷിൻഡോ, എടാ മിനുങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. പിമ്പരിയായി. പോലെ ഇതാണ് ലഹരിയുടെ മാസ്തര ലോകം. മോനെ, ഇന്ന് നീ കോളേജിൽ പോകുന്നില്ലേ? ഇല്ല. അതെന്താ നീ പോവാത്തത്? ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല, അത്ര തന്നെ. കോളേജിൽ പോയിട്ട് 2-3 മാസമല്ല ആയുള്ളൂ. എന്താ നിന്റെ സ്വഭാവത്തിന് ഇത്ര മാറ്റം? കോളേജല്ലേ, മാറ്റമൊക്കെ വരും. 10ാം ക്ലാസ് പഠിക്കാതെ അച്ഛനോടൊന്നും പറഞ്ഞിട്ട് കാര്യം. മതി നിർത്തുന്നതിന്റെ അതേ പ്രസവം. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ?
മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞത് എത്ര സത്യമാണ്. തുടങ്ങി. മനുവൻ നീ എവിടെ പോകുന്നു? ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്തി പിടിക്കും. ഞാൻ പോവാ. എടി, അവന്റെ സ്വഭാവത്തിൽ എന്തോ കാര്യമായ മാറ്റമുണ്ടല്ലോ. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. എന്താ ഒരു ദേഷ്യം? നമ്മുടെ ആ പഴയ മനുമോനെ അല്ല അവനിപ്പോ. അതെ, ഈ ദിവസങ്ങളിൽ റൂമിൽ തനിയെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നറിയില്ല, എന്റെ മനസ്സിനൊരു പിടച്ചിൽ. ദൈവമേ, എന്താണാവോ ഞങ്ങളുടെ മനുമോൻ? എടി, ആ ഫോണൊന്ന് എടുത്തേ. ഹലോ, ആരാണ്? ഹലോ, മനുവിന്റെ വീടല്ലേ? അതെ, മനുവിന്റെ ആരാണ് നിങ്ങൾ? മനുവിന്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ്? KGM ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്താ വിളിച്ചേതെന്നോ? ഹലോ ഹലോ, മോനെ മോനെ, എന്ത് പറ്റി? നമ്മുടെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താന്നറിയില്ല. നീ ഒന്ന് സമാധാനിക്ക്. നമ്മുടെ മോൻ മനു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. മനു മനു. യെസ്, കമ്മിങ്. ഇരിക്കൂ. എന്താണ്? സാർ, എന്റെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഇവിടുത്തെ ഫോൺ വന്നു. ഓ യെസ്, മനു അല്ലേ? അതെ സാർ. അവനെന്താ പറ്റിയത്? എന്തു പറ്റാനാ? പണം കൊടുത്ത് മോനെ കോളേജിൽ അയക്കുമ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി അല്ലേ? സാർ, എന്താ സാർ, ഒന്ന് തെളിച്ചു പറ. മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒന്ന് വിലക്കായിരുന്നല്ലോ. സാർ, എന്റെ മോനോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്പസ്വല്പം മദ്യം ഞാൻ കഴിക്കും, പക്ഷെ അവനെ ഞാൻ ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഹേ മിസ്റ്റർ, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മദ്യത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ ജീവിതം പോയപ്പോൾ മകനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ. എന്ത്? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? വഴിവക്കിൽ കിടന്ന നിങ്ങളുടെ മകനെ ആരോ ഇവിടെ എത്തിച്ചതാണ്. മനുവിന്റെ മൊബൈലിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ ലഭിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകൻ ഇപ്പോൾ ക്യാൻസറാണ്. എന്റെ മകന് ക്യാൻസറോ? അതെ, ബട്ട് നൗ ഇറ്റ് ഈസ് ക്രിട്ടിക് സ്റ്റേജ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളെപ്പോലെ എത്രയോ അച്ഛനമ്മമാർ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. ആ കഷ്ടപ്പാടിന്റെ വിലയറിയാതെ ലഭിക്കുന്ന പണം ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ ദൂർത്തടിക്കുവാൻ അവർ ഉപയോഗിക്കുന്നു. ഫലമോ ലക്ഷ്യം നഷ്ടപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നു. സാർ, ഈ പറയുന്നതൊന്നും എന്റെ തലയിൽ കയറുന്നില്ല. അവന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടാൽ വേദനിക്കുന്ന അവന്റെ അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? ഈശ്വര, ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഞങ്ങൾക്ക് ചികിത്സിക്കാൻ മാത്രമേ കഴിയൂ. മോനെ മനു, മോനെ മോനെ, എന്ത് പറ്റി നമ്മുടെ മോന്? എന്ത് പറ്റി? എന്നോട് പറയൂ. നീ വിഷമിക്കരുത്. നമ്മുടെ മോന് എന്ത് പറ്റി? അവന് ക്യാൻസറാണ്. ദൈവമേ, ഞാൻ എന്താ കേൾക്കുന്നു? ഇല്ല, എനിക്ക് സഹിക്കാനാവുന്നില്ല മോനെ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നശിച്ച പാത പിന്തുടരുന്ന എന്റെ ജീവിതം അത് കണ്ടുപഠിച്ച എന്റെ മോൻ. ദൈവമേ, ലഹരിയുടെ ലോകത്ത് ഞാൻ ജീവിച്ചപ്പോ എന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതം തകർത്ത ഈ മദ്യം ഇന്നു മുതൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഈ ദുർഗതി ഒരു കുടുംബത്തിനും വരാതിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലെ എത്ര കുടുംബങ്ങളാണ് ലഹരിയുടെ കണ്ണീർ കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും കുടുംബ ബന്ധങ്ങളുടെ താഴ്വേരറുക്കുമ്പോൾ, വാർദ്ധക്യത്തിൽ താങ്ങാകേണ്ട മക്കൾ അകാല മൃത്യു അടയുമ്പോൾ പകച്ചു നിൽക്കുവാനേ മനുഷ്യന് കഴിയുന്നു. കുടുംബ ബന്ധങ്ങളുടെ നെടുന്തൂണാകേണ്ട ആധുനിക യുവതലമുറ മയക്കുമരുന്നുകളുടെ കൊടുങ്കാറ്റിൽ നിലം പതിക്കുകയാണ്. ഇനിയും മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കണ്ടത് നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ആഹ്ലാദം അലതല്ലുന്ന സന്തുഷ്ട കുടുംബങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ പടുത്തുയർത്താം.